ഹലോ ഗായ്സ്, വെൽക്കം ടു സ്റ്റോറീസ് ബൈ ശോഭന. പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ തുടങ്ങുന്നതിനു മുമ്പേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ചാനൽ മുൻപോട്ടു പോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അത്യാവശ്യമാണ്. എല്ലാരും നമ്മുടെ ചാനൽ പരമാവധി സപ്പോർട്ട് ചെയ്യുക. എല്ലാ കഥകളും കേൾക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ഇത് ജെന്നി. 18 വയസ്സു കഴിഞ്ഞ ഇളം പെണ്ണ്. +2 കഴിഞ്ഞു ഹോസ്റ്റലിൽ നിന്നും വന്നിട്ട് 2 ദിവസമായതേയുള്ളൂ. അവളുടെ മമ്മി ആലീസിനെ പോലെ നല്ല സുന്ദരി തന്നെയാണ് ജെന്നിയും. ആലീസിന്റെ കൊഴുത്ത ഫ്രണ്ടും നല്ല കിടിലൻ ചന്തിയും ജെന്നിക്ക് കിട്ടിയിട്ടുണ്ട്. ആലീസിനൽപ്പം വയർ ചാടിയിട്ടുണ്ട്. ജെന്നിക്ക് അതില്ല, അവൾ എന്നും എക്സസൈസ് ചെയ്യും. അതുകൊണ്ട് ആലില വയറാണ് അവൾക്ക്. അതുകൊണ്ടെന്താ കൊഴുത്ത മാമ്പഴങ്ങൾ നെഞ്ചിൽ ഇന്നാ പിടിച്ചോ എന്ന മട്ടിൽ തള്ളി നിൽക്കും. ചന്തിയുടെ കാര്യവും അതുപോലെ തന്നെ. നല്ല പോലെ പുറകോട്ട് തള്ളി നിൽക്കും. ജെന്നിയുടെ ഈ പ്രായത്തിൽ ആലീസിനു ഇത്രയും നെയ്ക്കൊഴുപ്പില്ലായിരുന്നു. ഇതിനിന്നത്തെ പിള്ളേരുടെ ഭക്ഷണത്തിലും പങ്കുണ്ട്. നല്ല ഹോർമോൺസല്ലേ ഓരോ ഫുഡിലും കൂടെ അകത്തോട്ട് ചെല്ലുന്നത്. കൂടാതെ ഫാസ്റ്റ് ഫുഡും. അപ്പോൾ പിന്നെ കഴിക്കുന്നത് മുഴുവൻ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ചെല്ലാതിരിക്കുമോ? ജെന്നിയുടെ മമ്മി വീട്ടുകാര്യങ്ങൾ തന്നെ. പപ്പ മൈക്കിളിന് സ്കൂളിലാണ് ജോലി. ശനി ഞായർ മൈക്കിൾ വീട്ടിലുണ്ട്. അപ്പോൾ പറമ്പിൽ അല്ലറച്ചില്ലറ കൃഷിക്കാര്യങ്ങൾ നോക്കും. ആലീസും കൂടും. ജെന്നി വന്നപ്പോൾ തൊട്ടവളും കൂടും പറമ്പിലിറങ്ങാൻ. അങ്ങനെ 3-4 ദിവസങ്ങൾ കടന്നുപോയപ്പോൾ അവരുടെ ജീവിതം മാറിമറിഞ്ഞ ഒരു ചെറിയ സംഭവം നടന്നു. പക്ഷേ അത് വലിയ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുമെന്നവരാരും കരുതിയില്ല. അന്ന് അവർ 3 പേരും കൂടെ പറമ്പിൽ അല്ലറച്ചില്ലറ പണികളിലായിരുന്നു. തലേദിവസം മഴ പെയ്തിരുന്നതുകൊണ്ട് മണ്ണൊക്കെ നനഞ്ഞിരുന്നു. ആലീസ് അല്പം മാറി എന്തോ പണിയിലായിരുന്നു. മൈക്കിളും ജെന്നിയും കൂടെ ഒരു വാഴ വെക്കുന്ന തിരക്കിലും. അയ്യോ പപ്പാ എന്ന് ജെന്നിയുടെ കാർച്ച കേട്ട് ആലീസ് ഓടിവന്നു. കണ്ട കാഴ്ച കണ്ടു ചിരിക്കണോ അതോ ദേഷ്യപ്പെടണോ എന്നോർത്ത് ആലീസ് അല്പനേരം അവിടെ നിന്നുപോയി. അപ്പനും മോളും കൂടെ എവിടെയോ തെന്നിവീണു കിടക്കുന്ന കാഴ്ചയാണ് ആലീസ് കണ്ടത്. പക്ഷേ അതല്ല കാര്യം. ജെന്നിയുടെ പാവാട പൊങ്ങിപ്പോയി പാന്റിയില്ലാതെ അവളുടെ കിങ്ങിനിയും കാണിച്ചു കിടക്കുന്നു. അടുത്ത് ലുങ്കി പറഞ്ഞുപോയി അരയിൽ തൂങ്ങിക്കിടക്കുന്ന സാധനവുമായി എഴുന്നേറ്റു നിൽക്കുന്ന മൈക്കിളും. ലുങ്കി പറഞ്ഞുപോയത് മൈക്കിൾ അറിഞ്ഞില്ലെന്ന് ആലീസിന് തോന്നി. താൻ വന്നത് 2 പേരും അറിഞ്ഞില്ലെന്ന് ആലീസിന് മനസ്സിലായി. കാരണം മൈക്കിളിന്റെ നോട്ടം ജെന്നിയുടെ കാലുകൾക്കിടയിലായിരുന്നു. ജെന്നിയാണേൽ മൈക്കിളിന്റെ സാധനം കണ്ട് കണ്ണും മിഴിച്ചു കിടക്കുന്നു. അത് കണ്ട് ദേഷ്യം വന്ന ആലീസ് ചോദിച്ചു, ഇതെന്ത് കൂത്താണ്? അപ്പനും മോളും കൂടെ ഇവിടെ ചെളിയിൽ കുസ്തി പിടിക്കുവായിരുന്നു. അതുകേട്ട് ഞെട്ടി ജെന്നി എഴുന്നേറ്റു. നിങ്ങൾ എന്ത് നോക്കി നിൽക്കുവാ മനുഷ്യാ, ആ തുണി എടുത്തുടുക്ക്. ആലീസ് പറഞ്ഞപ്പോൾ മൈക്കിൾ ഒരു ചമ്മലോടെ താഴെ നിന്നും ലുങ്കിയെടുത്തു. ജെന്നിയപ്പോൾ ഒന്നു നോക്കി. മുമ്പത്തേക്കാൾ പപ്പയുടെ സാധനം ഒന്നൂടെ വലുതായെന്നവൾക്ക് തോന്നി. അത് കണ്ട ആലീസ് അവളോട് ദേഷ്യപ്പെട്ടു. എന്തു കോപ്പു നോക്കി നിൽക്കുവാടി, കേറിപ്പോ. ജെന്നി എഴുന്നേറ്റു നിന്നു. നീ എന്തിനാ അവളോട് ചൂടാകുന്നേ? അവളവിടെ ഒരു കല്ലിൽ ചവിട്ടി തെന്നിവീഴാൻ പോയപ്പോൾ ഞാൻ പിടിച്ചതാ. പക്ഷേ ഞങ്ങൾ 2 പേരും വീണുപോയി എന്ന് മൈക്കിൾ പറഞ്ഞു. മൊത്തം ചെളിയായി. പോയി കുളി പെണ്ണേ എന്ന് ആലീസ് ജെന്നിയോട് പറഞ്ഞു. അവൾ വീട്ടിലോട്ടു പോയി. അവൾ പോയിക്കഴിഞ്ഞപ്പോൾ ആലീസ് മൈക്കിളിനോട് ചോദിച്ചു, അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാതെ നിങ്ങൾ എന്ത് കാഴ്ച കണ്ടു നിൽക്കുവായിരുന്നു? എന്ത് കാഴ്ച? മൈക്കിൾ ചോദിച്ചു. എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. നീ എന്ത് കുന്തമാ പറയുന്നേ എന്ന് മൈക്കിൾ ചോദിച്ചു. നിങ്ങൾ മകളുടെ കവക്കിടയിലേക്ക് നോക്കി നിൽക്കുവല്ലായിരുന്നു. അയ്യേ നീയെന്തുവാ പറയുന്നേ? പെട്ടെന്നിങ്ങനെ വീണപ്പോൾ ഞാനും ഒന്ന് അന്തം വിട്ടുപോയി. അല്ലാതെ നീ പറയുന്ന പോലെയൊന്നുമില്ല. മകളും കണ്ടു അപ്പൻ തുണിയും കോണാനുമില്ലാതെ നിൽക്കുന്നേ. അവൾ കൊച്ചല്ലേ എന്ന് മൈക്കിൾ പറഞ്ഞു. നീ വാ ഇന്നിനി വേണ്ട. മൈക്കിൾ വീട്ടിലോട്ടു നടന്നു. ആലീസ് അവളുടെ പണി മിച്ചമുണ്ടായിരുന്നത് പെട്ടെന്ന് തീർത്തിട്ട് വീട്ടിലോട്ടു പോയി. ആലീസ് ദേഷ്യത്തിലാണ് വീട്ടിൽ ചെന്നത്. ജെന്നി കുളിക്കുവായിരുന്നു. മൈക്കിളിനെ നോക്കിയപ്പോൾ പുള്ളിയും ബാത്റൂമിലാണ്. ആലീസ് ജെന്നി വരുന്നതും നോക്കി ലിവിംഗ് റൂമിൽ പോയിരുന്നു.
അല്പം കഴിഞ്ഞു ജെന്നി കുളി കഴിഞ്ഞിറങ്ങുന്ന സ്വരം കേട്ടപ്പോൾ ആലീസ് അവളെ വിളിച്ചു. ജെന്നി അല്പം പേടിച്ചാണ് വന്നത്. പാൻറിയിടാതെ നടന്നതിന് മമ്മി ഏതായാലും വഴക്കു പറയുമെന്ന് അവൾക്കറിയാമായിരുന്നു. നിനക്കൊരു പാൻറിയിട്ട് നടന്നൂടെ പെണ്ണെ? ആലീസ് ദേഷ്യത്തിൽ ചോദിച്ചു. അത് പിന്നെ എപ്പോഴും ഇടുന്നതല്ലേ. പറമ്പിൽ ഇച്ചിരെ കാറ്റു കേറിക്കോട്ടെയെന്ന് കരുതി. ഓ സാമാനം കേറിക്കോട്ടെന്ന് വിചാരിച്ചില്ലല്ലോ ഭാഗ്യം. ആലീസ് ദേഷ്യത്തിൽ അറിയാതെ പറഞ്ഞുപോയപ്പോൾ ആകെ ചമ്മലായി. അയ്യേ മമ്മീതെന്താ കൂതറ വർത്താനം പറയുന്നേ? ജെന്നി ചോദിച്ചു. അത് പിന്നെ നീ മലർന്നു കിടന്നു പപ്പയുടെ സാധനം നോക്കി കിടന്നതു കണ്ടല്ലോ. അയ്യേ ഒന്ന് പോയേ മമ്മി. ഞാനത് പപ്പ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നില്ലേ എന്ന് നോക്കിയതേയുള്ളൂ. അപ്പോഴേക്കും മമ്മി വന്നല്ലോ. ഓഹോ, ഞാൻ വന്നില്ലേൽ അവിടെ കിടന്നേനെ. എന്താ അമ്മയും മോളും കൂടെ ഒരു പ്രശ്നം? മൈക്കിൾ അങ്ങോട്ട് വന്നു ചോദിച്ചു. ഓ ഒന്നുമില്ല, അപ്പന്റെയും മോളുടെയും കൊണവധികാരം പറയുവായിരുന്നു. മൈക്കിൾ ജെന്നിയെ നോക്കി. അവൾ ആ എന്ന് ആംഗ്യം കാണിച്ചു. അത് കണ്ട ആലീസ് ജെന്നിയോട് പറഞ്ഞു, കേറിപ്പോടി. ജെന്നി മുകളിൽ അവളുടെ റൂമിലോട്ട് കേറിപ്പോയി. അല്പം കഴിഞ്ഞു മൈക്കിൾ ആലീസിനോട് ചോദിച്ചു. എടി നിനക്ക് എന്തിന്റെ പ്രാന്താ അവളുടെ മേൽ കുതിര കയറാൻ? പ്രാന്ത് നിങ്ങൾക്ക്? മോളുടെ മേൽ കുതിര കയറാൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ആലീസ് കലിപ്പിൽ ചോദിച്ചു. നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്ക് തലയ്ക്കു ഓളമില്ലേ? ഓളമില്ലാത്തത് നിങ്ങൾക്കാ. മോള് വീണു കിടന്നപ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതിനു പകരം അവളുടെ മറ്റേതും നോക്കി നിൽക്കുവല്ലായിരുന്നോ മനുഷ്യ നിങ്ങൾ? ആലീസ് ചോദിച്ചു. ഓ അതായിരുന്നോ കാര്യം? ആലീസ് ഒന്നും മിണ്ടിയില്ല. എടി അത് പെട്ടെന്ന് ഞാനും ഷോക്കായിപ്പോയി. ഞാൻ എഴുന്നേറ്റപ്പോഴേക്കും നീയും വന്നല്ലോ. അല്ലാതെ നീ പറയുന്ന പോലെയൊന്നുമില്ല. ഇല്ലേൽ നിങ്ങൾക്ക് കൊള്ളാം. ആലീസ് എഴുന്നേറ്റ് അടുക്കളയിലോട്ട് പോയി. മൈക്കിളിന്റെയും ജെന്നിയുടെയും മനസ്സിൽ ചില തീപ്പൊരിയിട്ടിട്ടാണ് താൻ പോന്നതെന്ന് ആലീസ് അപ്പോൾ വിചാരിച്ചില്ല. റൂമിൽ ചെന്ന് ജെന്നിയുടെ മനസ്സിൽ പപ്പാ ലുങ്കിയില്ലാതെ നിന്ന സീൻ കടന്നുവന്നു. ഫ്രണ്ട്സ് ആണുങ്ങളുടെ സാമാനത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞതുപോലെ കണ്ടിട്ട് നല്ല മുഴുത്ത സാമാനമാണെന്ന് തോന്നുന്നു. ഉറങ്ങുമ്പോൾ ഇത്ര മുഴുപ്പാണെങ്കിൽ ഒന്നുണർന്നാലോ? ജെന്നി മനസ്സിലോർത്തു. അയ്യേ ഞാനെന്താ വിചാരിക്കുന്നേ, സ്വന്തം പപ്പയല്ലേ. അപ്പോൾ അവളുടെ ഫ്രണ്ട് സൂസൻ പറഞ്ഞ കാര്യം പെട്ടെന്ന് അവളുടെ മനസ്സിലോട്ട് വന്നു. അവൾ അത് പറഞ്ഞിട്ട് കുറച്ചു ദിവസങ്ങളെയായുള്ളൂ. വീട്ടിലേക്ക് പോരുന്നതിന് കുറച്ചു ദിവസങ്ങൾ മുമ്പ്. കേട്ടിട്ട് ജെന്നി ഞെട്ടിപ്പോയി. മമ്മിയുടെ അനുവാദത്തോടെ അവളെ പപ്പാ പണിയുന്നുണ്ടെന്ന്. മമ്മിക്ക് ഇതിനൊന്നും വയ്യ. പപ്പാ കള്ളവടിക്ക് പോയാൽ പുറത്തെറിഞ്ഞു നാണക്കേടാകും. മമ്മി തന്നെ മുൻകൈയെടുത്ത് അവളെക്കൊണ്ടും പപ്പയെക്കൊണ്ടും സമ്മതിപ്പിച്ചതാ എന്നും പറഞ്ഞു. പിന്നെ അവൾക്കും പപ്പയോട് ഒരിതുണ്ടായിരുന്നെന്നും അത് പറയാൻ പറ്റില്ലായിരുന്നല്ലോ എന്നും അവൾ കൂട്ടിച്ചേർത്തു. ഏതായാലും വീട്ടിൽ ചെന്നിട്ടു കളിച്ചു മരിക്കണം എന്നും പറഞ്ഞാ അവൾ പോയത്. അവളെ ഒന്ന് വിളിച്ചാലോ? ജെന്നി ഓർത്തു. ജെന്നി വേഗം തന്നെ സൂസനെ വിളിച്ചു. വീട്ടിൽ കുറച്ചു ഗസ്റ്റുണ്ടെന്നു സൂസൻ പറഞ്ഞപ്പോൾ വളരെ അത്യാവശ്യമാണെന്നും പറഞ്ഞു. ജെന്നി റിക്വസ്റ്റ് ചെയ്തപ്പോൾ വീട്ടിലോട്ട് വരാൻ സൂസൻ പറഞ്ഞു. അപ്പോൾ ഫ്രീ ആയിട്ട് സംസാരിക്കാല്ലോ എന്നും പറഞ്ഞു സൂസൻ നിർത്തി. സൂസന്റെ വീട്ടിലോട്ടൊരു 5 കിലോമീറ്റർ അകലമേയുള്ളൂ. ആ സമയം മൈക്കിൾ മകളെക്കുറിച്ചു ആലീസ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലോർത്തിരിക്കുവായിരുന്നു. മകൾ ആലീസിനെ പോലെ തന്നെ സുന്ദരിയാണല്ലോ എന്നോർത്തിട്ടുള്ളതല്ലാതെ അവളെ വേറെ ഒരു കണ്ണിൽ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇന്ന് അവളെ കണ്ട കാഴ്ച മനസ്സിൽ നിന്നും മായുന്നില്ല. പറമ്പിൽ കിടന്ന മകളുടെ രൂപം മൈക്കിളിന്റെ മനസ്സിലോട്ട് വീണ്ടും കയറി വന്നു. ലുങ്കിക്കുള്ളിൽ സാധനം വെട്ടിയപ്പോൾ മൈക്കിൾ ഞെട്ടി. താൻ മോളെയോർത്താനോ ഇതൊക്കെ? ആലീസിന് കുറച്ചുനാളായി ഇതിലൊന്നും തീരെ താൽപ്പര്യമില്ല. ഒന്ന് വളക്കാനാണേലും ആരാ ഉള്ളത്? മോൾ ഇന്ന് എന്തോർത്തു കാണുമോ? ഇന്നത്തെ കാലത്ത് അപ്പനും മോളുമൊക്കെ കളിക്കുന്നതാണെന്നു പണ്ട് ഒരു പാർട്ടിയിൽ വെച്ച് പ്ലാന്റർ ഈപ്പൻ പറഞ്ഞിരുന്നു. അന്നത്ര കാര്യമാക്കിയില്ല. അവൻ കള്ളിന്റെ പുറത്തു പറഞ്ഞതാണെന്നും കരുതി. ഇതിപ്പോൾ താനറിയാതെ മകളെയോർത്ത് സാമാനം പൊങ്ങുന്നു. മോൾ എന്ത് സുന്ദരിയാ! ആലീസിനെ പോലെ നല്ല കൊഴുത്ത ശരീരം. ഓർത്തപ്പോൾ മൈക്കിളിന്റെ സാമാനം നല്ലതുപോലെ കുലച്ചു. അപ്പോൾ ഒരു ബൈക്കോ സ്കൂട്ടറോ മുറ്റത്തു വന്നു നിൽക്കുന്ന സ്വരം കേട്ട് മൈക്കിൾ എഴുന്നേറ്റു ചെന്നു. നോക്കിയപ്പോൾ ജെന്നിയുടെ ഫ്രണ്ട് സൂസനാണ്. പെണ്ണും ഒരു മുറ്റു സാധനം തന്നെ. ടോപ്പിൽ കുലുങ്ങുന്ന കുടുക്കുകളും കാണിച്ചു ടൈറ്റ് പാൻറ്റുമിട്ട് കയറി വന്ന സൂസനെ കണ്ടു മൈക്കിൾ ഞെട്ടി. ഹായ് അങ്കിൾ. ഹായ് മോളെ.
അങ്കിൾ എന്തെടുക്കുവായിരുന്നു? ഒരു ആക്കിയ ചിരിച്ചിരിച്ചു ഒന്നുകൂടെ മൈക്കിളിനെ നോക്കിയിട്ട് സൂസൻ അകത്തോട്ടു കയറി. അപ്പോഴേക്കും ജെന്നി ഇറങ്ങി വന്നു. നീ ഇത്ര വേഗം വന്നോ? സൂസനെ ഹഗ് ചെയ്തുകൊണ്ട് ജെന്നി ചോദിച്ചു. 4 കൊഴുത്തു മുഴുത്ത മാമ്പഴങ്ങൾ ചേർന്ന് അമരുന്നത് നോക്കി മൈക്കിൾ നിന്നു. ജെന്നിയും സൂസനും കൂടെ മുകളിലേക്ക് കേറിപ്പോയപ്പോൾ സൂസന്റെ തുളുമ്പുന്ന ശരീരം നോക്കി മൈക്കിൾ നിന്നു. ആരാ വന്നേ എന്ന് ആലീസ് അടുക്കളയിൽ നിന്നും വിളിച്ചു ചോദിച്ചപ്പോൾ മൈക്കിൾ വേഗം പോയി സോഫയിലിരുന്നു. സാധനം കാലുകൊണ്ട് ഒതുക്കിവെച്ചിട്ട് പറഞ്ഞു. അത് അവളുടെ ഫ്രണ്ട് സൂസനാ. കോഫി വേണോന്ന് ചോദിക്കട്ടെ? മുകളിലോട്ട് കേറിക്കൊണ്ട് ആലീസ് പറഞ്ഞു. ജെന്നിയുടെ റൂമിന്റെ പുറത്തെത്തിയപ്പോൾ ഡോറിൽ മുട്ടും മുമ്പ് അകത്തുനിന്നു പതിഞ്ഞ സംസാരം കേട്ട് ആലീസ് ഒരു നിമിഷം നിന്നു. എടി, നീ ശരിക്കും കണ്ടോ? മുഴുത്തതാണോ മോളെ? സൂസന്റെ സ്വരം. പിന്നെ കാണാതെ? തുണിയില്ലാതെ നിന്നാൽ പിന്നെ കാണാതെ വരുമോ? ജെന്നിയുടെ സ്വരം കേട്ട് ആലീസ് ഞെട്ടിപ്പോയി. അത് അല്പം ചുമയായിപ്പോയി. പെട്ടെന്ന് അകത്തു സംസാരം നിലച്ചു. ആലീസ് വേഗം ഡോറിൽ മുട്ടി. മോളെ, ആലീസ് വിളിച്ചു. വാ മമ്മി. ഡോർ തുറന്നു അകത്തു കയറിയ ആലീസിനോട് സൂസൻ ഹായ് പറഞ്ഞു. കോഫി വേണോ മോളെ? ആലീസ് സൂസനോട് ചോദിച്ചു. തന്നേരെ ആന്റി. എനിക്കും കൂടെ എന്ന് ജെന്നിയും പറഞ്ഞു. അല്പം താമസമുണ്ടേ? പതിയെ മതിയാന്റി. ആലീസ് താഴോട്ടിറങ്ങിപ്പോയി. മൈക്കിൾ അപ്പോൾ ടിവി കണ്ടോണ്ടിരിക്കുവായിരുന്നു. അടുക്കളയിൽ ചെന്ന ആലീസ് വേഗം കോഫിയും കൊണ്ട് മുകളിലേക്ക് പോയി. നല്ല ചൂടിലാണ് കോഫിയെടുത്തത്. കാരണം അല്പനേരം ജെന്നിയുടെ റൂമിന്റെ പുറത്തുനിന്നു അവരുടെ സംസാരം കേൾക്കാന്ന് ആലീസ് വിചാരിച്ചിരുന്നു. റൂമിന്റെ പുറത്തു ചെന്നു കാതോർത്തപ്പോൾ അവരുടെ സംസാരം കേൾക്കാനായി. എന്റേടി മോളെ, എന്നാ സുഖമാണെന്നോ? അതും സ്വന്തം തന്തയുടെയാണേൽ സുഖം പിന്നെയും കൂടും. സൂസൻ പറഞ്ഞത് കേട്ട് ആലീസ് ഞെട്ടി. നീ പറഞ്ഞു വരുന്നത് ഞാൻ പപ്പയെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നാണോ? ജെന്നി ചോദിച്ചു. നിന്റെ പപ്പ എന്ത് സ്മാർട്ടാ. പിന്നെ ഇന്ന് നിന്നെ കണ്ടിട്ട് പപ്പ നല്ല പോലെ മൂത്തു നിൽക്കുവാ. ഇന്ന് നിന്റെ മമ്മിയുടെ നടുവൊടിയും മോളെ. ദൈവമേ, ഈ പിള്ളേർ എന്തൊക്കെയാ പറയുന്നേ? ആലീസ് ഓർത്തു. എടി, അതിന് മമ്മിക്കൊരു പ്രോബ്ലം ഉണ്ടെന്നാ തോന്നുന്നേ. മമ്മിക്കിപ്പോൾ മറ്റേതിൽ ഒരു താൽപ്പര്യമില്ലാന്നാ കേട്ടത്. മമ്മി ഒരു ഫ്രണ്ടിനോട് ഫോണിൽ സംസാരിക്കുന്നതു ഞാൻ കേട്ടതാ. ജെന്നി പറഞ്ഞപ്പോൾ ആലീസ് വീണ്ടും ഞെട്ടി. ഇതിവൾ എന്ന് കേട്ടു. കഴിഞ്ഞ തവണ ഇവൾ വന്നപ്പോളായിരുന്നോ താൻ മഞ്ജുവുമായിട്ടിത് സംസാരിച്ചത്? അപ്പോളായിരിക്കും. എന്റെ പെണ്ണെ, നിന്റെ മമ്മിക്ക് തലയിൽ വല്ല ബോധവുമുണ്ടെങ്കിൽ നിന്നെ പപ്പക്ക് സെറ്റാക്കി കൊടുക്കും. എന്റെ മമ്മി ചെയ്ത പോലെ. സൂസൻ പറഞ്ഞത് കേട്ട ആലീസ് വീണ്ടും ഞെട്ടി. ഇവളുടെ മമ്മി ലിൻഡയാണോ ഇവളെ കെട്ടിയോൻ പീറ്ററിന് കൂട്ടിക്കൊടുത്തത്? എന്തൊക്കെയാ നടക്കുന്നേ? ആലീസ് ഓർത്തുനിന്നുപോയി. എടി, അതുമല്ല, വേറെ ഒരു പ്ലസ് പോയിന്റ് കൂടെ എന്റെ കാര്യത്തിൽ നടന്നു. നിന്റെ മമ്മിയുടെ കാര്യത്തിലും അത് നടന്നാൽ അടിപൊളിയാകും. എന്നെ പപ്പ ചെയ്യുന്നതുകണ്ട് മമ്മിക്ക് പതിയെ മൂടായി വന്നു. മമ്മിയുടെ പ്രോബ്ലം ഒക്കെ മാറി ഇപ്പോൾ മമ്മിക്ക് നല്ല മൂടാ. ഇപ്പോൾ മിക്കവാറും ഞങ്ങൾ എന്നും തന്നെ മൂന്നാളും കൂടിയാണ് ചെയ്യുന്നേ. എന്നെയും മമ്മിയെയും പപ്പ മാറി മാറി പൊളിച്ചെടുക്കുവാ. ഞങ്ങൾ മുമ്പത്തേക്കാൾ ഹാപ്പിയാണ് ഇപ്പോൾ. മമ്മി ഡബിൾ ഹാപ്പിയാ? സൂസൻ പറഞ്ഞു നിർത്തി. മമ്മിയെ കാണുന്നില്ലല്ലോ? ജെന്നി പറയുന്നത് കേട്ടു ആലീസ് ഡോറിൽ മുട്ടാൻ തുടങ്ങും മുമ്പ് ജെന്നി വന്നു ഡോർ തുറന്നു. ആലീസ് ഒന്ന് ചമ്മി കോഫി ട്രേ അവളുടെ കയ്യിൽ കൊടുത്തു. മമ്മിയുടെ മുഖം ചുവന്നിരിക്കുന്നത് ജെന്നി കാണാതെയിരുന്നില്ല. ആലീസ് ഒന്നും പറയാതെ ഡോറടച്ചു മാറി. ആലീസ് പോകാതെ പതിയെ തിരിച്ചു വന്നവിടെ നിന്നു. മമ്മി കേട്ടെന്നാ തോന്നുന്നേ എന്ന് ജെന്നി പറയുന്നു. അപ്പോൾ കാര്യങ്ങൾ എളുപ്പമായി മോളെ. നീ ഒന്ന് കിടന്നു കൊടുത്താൽ മതി. പപ്പ നിന്റെ ഈ ചക്കരക്കുടം പൊളിച്ചുതരും. പപ്പ പുറത്തു പോയി ചെയ്തു കുടുംബത്തിന് നാണക്കേട് ഉണ്ടാകില്ല താനും. എനിക്ക് സമ്മതമാ. എപ്പോൾ കിടന്നു കൊടുത്തെന്നു ചോദിച്ചാൽ മതി. നീ കോഫി കുടിക്ക്. ജെന്നി പറഞ്ഞത് കേട്ടു മമ്മി വീണ്ടും ഞെട്ടി. അല്പം കഴിഞ്ഞു താഴോട്ടു പോയി. അടുക്കളയിൽ ചെന്നു ആലീസ് കേട്ടതെല്ലാം ഒന്നൂടെ ഓർത്തു കിളിപ്പോയ പോലെയിരുന്നു. ആലീസ് സൂസൻ പറഞ്ഞതെല്ലാം നല്ലതുപോലെ പല തവണ ആലോചിച്ചു. മൈക്കിളാണേൽ തന്റെ കാര്യത്തിൽ തീരെ തൃപ്തനല്ല. ഇനി വേറെ എവിടുന്നെങ്കിലും വിശ്വസിക്കാൻ പറ്റിയ വല്ല ചരക്കിനെയും കിട്ടിയാൽ മൈക്കിളിനെ കുറ്റം പറയാനും പറ്റില്ല. ആലീസ് ഓരോന്ന് ഓർത്തുകൊണ്ടിരുന്നു.
എന്നാൽ പിന്നെ സൂസൻ പറഞ്ഞ പോലെ ജെന്നിയെ നോക്കിയാലോ? അവളും തന്നെ പോലെ തന്നെയാ. അവളുടെ ഈ പ്രായത്തിൽ തനിക്കെന്താക്രാന്തമായിരുന്നു. വീട്ടിൽ പണിക്ക് വരുന്നവരോടും അപ്പന്റെ ഫ്രണ്ട്സിനോടും താൻ കാണിച്ചിരുന്ന കൊഞ്ചലും കുഴയലും കണ്ടിട്ടാ അപ്പൻ അന്ന് തന്നെ പിടിച്ചു വേഗം കെട്ടിച്ചത്. ജെന്നി ഏതേലും കൂതറയുടെ പുറത്തു കയറുന്നതിനു മുമ്പ് അവളെ കെട്ടിക്കാം എന്ന് വെച്ചാൽ അവൾ സമ്മതിക്കത്തുമില്ല. പണ്ടത്തെ കാലമല്ലല്ലോ. അപ്പോൾ പിന്നെ ഈ വഴിയേയുള്ളൂ. വരുന്നത് വരട്ടെ, നോക്കാം. ആലീസ് അത് തീരുമാനിച്ചു. ഇനി ഒരു പ്ലാനിട്ടാൽ മതി. ഇന്ന് തന്നെയാണേൽ തുടങ്ങാൻ പറ്റിയ ദിവസമാണ്. തുടങ്ങിവെക്കാം. അപ്പന്റെയും മോളുടെയും നാണമൊക്കെ മാറട്ടെ. അതുമല്ല, സൂസൻ പറഞ്ഞതുപോലെ ലിൻഡയുടെ പ്രോബ്ലം മാറി അവളും ഇപ്പോൾ സുഖിക്കുന്ന പോലെ തന്റെയും മാറി തനിക്കും സുഖിക്കാൻ പറ്റിയാൽ അതും അടിപൊളിയാകും. ആലീസ് ആലോചിച്ചുകൊണ്ട് ബാക്കി പണികളിലേക്ക് തിരിഞ്ഞു. ഊണെല്ലാം കഴിഞ്ഞു. എല്ലാരും കൂടെ TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആലീസ് ജെന്നിയോട് ചോദിച്ചു, മോളെ, ഹോസ്റ്റലിൽ നീ ഞങ്ങളെ മിസ് ചെയ്തില്ലേ? ഉവ്വ് മമ്മി, ജെന്നി പറഞ്ഞു. നീ തനിയെയാണോ കിടക്കുന്നത്? ആലീസ് ചോദിച്ചു. അതെ. അല്ലാതെ വേറെയാരുടെയെങ്കിലും കൂടെ കിടക്കാൻ പറ്റുമോ? ജെന്നി പറഞ്ഞു. അതും ശരിയാ. നീ എത്ര കാലമായി മമ്മിയുടെ കൂടെ കിടന്നിട്ട്? മോളിന്ന് മമ്മിയുടെ കൂടെ കിടന്നോ? ആലീസ് ടിവിയിൽ നോക്കി പറഞ്ഞു. മൈക്കിൾ ആലീസിനെ നോക്കി. ജെന്നിയും കേട്ടത് വിശ്വസിക്കാത്ത പോലെ മൈക്കിളിനെ നോക്കി. മൈക്കിൾ ജെന്നിയെ നോക്കി ഒന്ന് ചിരിച്ചു. ജെന്നിക്ക് നാണം വന്നു. ശരി മമ്മി, ജെന്നി പറഞ്ഞു. അച്ചായന് കുഴപ്പം വല്ലതുമുണ്ടോ? ടിവിയിൽ നിന്നും നോട്ടം മാറ്റാതെ ആലീസ് മൈക്കിളിനോട് ചോദിച്ചു. എനിക്കെന്തു കുഴപ്പം? അല്പം തപ്പിത്തടഞ്ഞു മൈക്കിളും പറഞ്ഞു. കുറച്ചു കഴിഞ്ഞു ആലീസ് പറഞ്ഞു. എന്നാൽ വാ കിടക്കാം. മൈക്കിൾ ആദ്യം എഴുന്നേറ്റ് റൂമിലോട്ട് പോയി. ജെന്നിയും ആലീസും അവിടെ അല്പനേരമിരുന്നു. ഈ ലെഗിൻസൊക്കെ ഊരിക്കളഞ്ഞു വല്ല പാവാടയുമിട്ടു വാ. അടിയിലൊന്നും വേണ്ട, കാറ്റുകേറിക്കോട്ടെ. ടോപ്പ് മാത്രം മതി. ജെന്നിയുടെ മുഖത്തു നോക്കാതെയാണ് ആലീസ് പറഞ്ഞത്. നീ വന്നേരെ എന്നും പറഞ്ഞു ആലീസും റൂമിലേക്ക് പോയി. അല്പം കഴിഞ്ഞു ജെന്നി അവളുടെ റൂമിൽ പോയി ഡ്രസ് മാറ്റി മമ്മി പറഞ്ഞ പോലെ ടോപ്പും പാവാടയും മാത്രമിട്ടു വന്നു. മമ്മി എന്ത് പ്ലാനാണോ ഇട്ടേക്കണേ? ജെന്നി പപ്പയുടെയും മമ്മിയുടെയും റൂമിലേക്ക് നടന്നു കൊണ്ടോർത്തു. അവൾ ഡോറിൽ മുട്ടിയപ്പോൾ ആലീസ് പറഞ്ഞു, കേറിവാടി. ജെന്നി അകത്ത് കേറിയപ്പോൾ പപ്പ ഭിത്തിയുടെ അടുത്തായിട്ട് കിടക്കുന്നു. ലുങ്കി മാത്രം. മമ്മി നൈറ്റിയിട്ട് ബെഡിലിരിപ്പുണ്ട്. ടേബിൾ ലാമ്പ് മാത്രമുണ്ട്. കേറിക്കിടന്നോ? ആലീസ് ജെന്നിയോട് പറഞ്ഞു. നടുക്കോ? ജെന്നി ചോദിച്ചു. അതേയെന്ന് ആലീസ് പറഞ്ഞു. ജെന്നി പതിയെ ബെഡിലേക്ക് കയറി കിടന്നു. പപ്പയുടെ ദേഹത്ത് മുട്ടാതെയാണ് ജെന്നി കിടന്നത്. ടേബിൾ ലാമ്പ് ഓഫ് ചെയ്തു ആലീസും ബെഡിലേക്ക് ചാഞ്ഞു. 0 വാട്ട് ബൾബിന്റെ വെട്ടം മാത്രം. അല്പം കഴിഞ്ഞപ്പോൾ ആ വെട്ടവുമായി എല്ലാരും പൊരുത്തപ്പെട്ടു. ഒരുമാതിരി കാണാം. ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ആലീസ് പറഞ്ഞു, അല്പമങ്ങോട്ട് നീങ്ങി കിടക്കടി, മമ്മി താഴെ പോകും. ഇനി എങ്ങോട്ട് നീങ്ങാൻ മമ്മി? ജെന്നി ചോദിച്ചു. എന്നാൽ അച്ചായൻ ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നോ? അങ്ങോട്ട് തിരിഞ്ഞാൽ ഭിത്തിയിലെ തണുപ്പടിക്കും. ആലീസ് പറഞ്ഞപ്പോൾ മൈക്കിൾ ജെന്നിയുടെ നേരെ തിരിഞ്ഞു കിടന്നു. ആലീസ് ജെന്നിയുടെ നേരെ തിരിഞ്ഞു അവളെ കെട്ടിപ്പിടിച്ചു കിടന്നു. ഇപ്പോൾ മലർന്നു കിടക്കുന്ന ജെന്നിയുടെ അപ്പുറത്തുമിപ്പുറത്തുമായി മൈക്കിളും ആലീസും. മമ്മിയുടെ കൈ തന്റെ മാറിൽ കൂടെയാണ് കിടക്കുന്നത്. ജെന്നി ഓർത്തു. നമ്മൾ പണ്ട് എത്ര നാൾ ഇതുപോലെ ഇവളെയും കൂടെ കിടത്തി കിടന്നിട്ടുണ്ട്? ആലീസ് ചോദിച്ചു. അന്നവൾ കൊച്ചല്ലേടി, മൈക്കിൾ പറഞ്ഞു. ഇന്നെന്താ വലുതായോ? അപ്പനും അമ്മയ്ക്കും പിള്ളേർ എന്നും കൊച്ചാ. ആലീസ് പതിയെ ജെന്നിയെ ഒന്നുമർത്തിക്കൊണ്ടു പറഞ്ഞു. ജെന്നി ഒന്ന് ഞെരങ്ങി. എന്താ മോളെ? മൈക്കിൾ ചോദിച്ചു. ഒന്നുമില്ല, ജെന്നി പതിയെ പറഞ്ഞു. അവൾക്ക് തണുക്കുന്നുണ്ടായിരിക്കും. അവളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ അച്ചായ, ആലീസ് പറഞ്ഞപ്പോൾ മൈക്കിൾ ജെന്നിയെ കെട്ടിപ്പിടിച്ചു. ആലീസ് ആ സമയം കൈയെടുത്തു മാറ്റി ജെന്നിയുടെ വയറ്റിലേക്ക് ആക്കിയതുകൊണ്ട് മൈക്കിളിന്റെ കൈ ജെന്നിയുടെ നെഞ്ചിൽ കൂടിയാണ് കിടന്നത്. ജെന്നി ഒന്നൂടെ ഞെട്ടി. മൈക്കിൾ കൈ വലിച്ചില്ല. ആലീസ് പ്ലാനിൽ ചെയ്യുന്നതാണെന്ന് മൈക്കിളിന് മനസ്സിലായിരുന്നു. ജെന്നി ശ്വാസമെടുക്കുമ്പോൾ ഉയർന്നു താഴ്ന്ന മുഴുത്ത മാമ്പഴങ്ങൾ മൈക്കിളിന്റെ കൈയിൽ തട്ടി അതയാളുടെ കുട്ടനെ ഉണർത്തി. അത് ജെന്നിയുടെ തുടയിൽ കൊണ്ടപ്പോൾ ജെന്നി ഞെട്ടി. അരണ്ട വെളിച്ചത്തിൽ അവർക്കെല്ലാവർക്കും കാണാമായിരുന്നു. ആലീസിന്റെ കൈകൾ ജെന്നിയുടെ മേലെ പണികൾ ആരംഭിച്ചു.
വയറിൽ നിന്നും താഴേക്ക് പോയി ജെന്നിയുടെ നീർച്ചാലിൽ മമ്മിയുടെ കൈ ചെന്നു നിന്നു. ജെന്നിയുടെയും മമ്മിയുടെയും നാണം അവിടെ തീർന്നു. മമ്മി പപ്പയുടെ ഒരു കൈയുമെടുത്ത് അവിടെ വെപ്പിച്ചു. അവർ മൂന്നുപേരും ഒന്നായി ശയിക്കാൻ തീരുമാനിച്ചു. നേരം വെളുക്കുവോളം അവർ തമ്മിൽ രതിയിലേർപ്പെട്ടു. പപ്പയും മകളും, പപ്പയും മമ്മിയും, മമ്മിയും മകളും തമ്മിൽ പുലർച്ചെ വരെ ഓരോ ക്രിയകളിൽ ഏർപ്പെട്ടു. അവർ മൂന്നുപേരും ഇന്നേവരെ ചെയ്യാത്ത രീതിയിൽ എല്ലാം ചെയ്തു. പപ്പയും മകളും മമ്മിയും പുലരുവോളം ആർത്തുല്ലസിച്ചു. മൂന്നുപേരും കുറഞ്ഞതു 3-4 തവണയെങ്കിലും രതിമൂർച്ച അനുഭവിച്ചു. രതിമൂർച്ചയുടെ ക്ഷീണത്തിൽ പപ്പയും ജെന്നിയും ഉറങ്ങിപ്പോയി. ഇനി തന്റെ കുടുംബം ഭദ്രമാണല്ലോ എന്നോർത്ത് ആലീസ് അങ്ങനെ കിടന്നു. കുറെ നേരം കഴിഞ്ഞു ആലീസും ഉറങ്ങിപ്പോയി. ഈ കഥ ഇവിടെ തൽക്കാലം അവസാനിക്കുന്നു. ഇതിന്റെ തുടർഭാഗമോ അല്ലെങ്കിൽ പുതിയൊരു കഥയുമായോ ഞാൻ വീണ്ടും വരാം. ഈ കഥ നിങ്ങൾക്കു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ കൂടി ചെയ്യുക. ഇതുപോലുള്ള കഥകൾ വീണ്ടും കേൾക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു കഥയുമായി നമുക്ക് ഉടനെ കാണാം. അതുവരെ നമ്മുടെ ചാനലിലെ മറ്റു കഥകൾ കേട്ട് സുഖിച്ചോട്ടോ.